മലപ്പുറത്ത് SDPI വെൽഫെയർ പാർട്ടികളുമായി മുസ്ലിം ലീഗിന്റെ ഒത്തുകളി. SDPI വെൽഫെയർ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥിയില്ല. ഇത് സംബന്ധിച്ച നിലപാട് പാർട്ടികൾ വ്യക്തമാക്കിയിട്ടില്ല. 2014-ൽ SDPIക്ക് 47,853 വോട്ടും വെൽഫെയർ പാർട്ടിക്ക് 29,216 വോട്ടും ലഭിച്ചിരുന്നു. ഭൂരിപക്ഷം കുറയാതിരിക്കാനാണ് കോലിബി സഖ്യത്തിനൊപ്പം പുതിയ തന്ത്രവുമായി ലീഗ് ഇറങ്ങിയത്. AK ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ലതീഷ്, മറ്റു വിശദാംശങ്ങൾ കൂടി. അരുൺ, മലപ്പുറത്ത് ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ലീഗും UDFും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അവർ നേടിയ വോട്ടും ആ ഭൂരിപക്ഷവും ഏറ്റവും ചുരുങ്ങിയത് നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളുമായി, വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ SDPI പാർട്ടികളുമായി ഒരു രഹസ്യ ബാന്ധവത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഉറപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ്. സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിക്കൽ പൂർത്തിയായപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്ന SDPIയും അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. വലിയ വോട്ടുകൾ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വോട്ടുകൾ ഈ പാർട്ടികൾക്ക് 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിരുന്നു. 47,853 വോട്ടുകളാണ് 2014-ലെ തെരഞ്ഞെടുപ്പിൽ SDPI നേടിയത്. ഏകദേശം 5.6% വോട്ട്, ആകെ പോൾ ചെയ്തതിൻ്റെ 5.6% വോട്ട് ഈ SDPI സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. 29,216 വോട്ടായിരുന്നു വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നത്. ഇത്തരത്തിൽ ഏകദേശം ഈ രണ്ട് പാർട്ടികൾക്ക് കൂടി മാത്രം ഏകദേശം 80,000-ഓളം വോട്ടുകൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും SDPI 7 അസംബ്ലി മണ്ഡലങ്ങളിലും, മലപ്പുറം ലോക്സഭയ്ക്ക് കീഴിൽ വരുന്ന 7 അസംബ്ലി മണ്ഡലങ്ങളിലും മത്സരിച്ചു. എന്നാൽ നേരത്തെ ലഭിച്ച വോട്ടുകൾ നേടിയില്ലെങ്കിൽ പോലും 20,000-ഓളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നേടാൻ SDPIക്കായി. വെൽഫെയർ പാർട്ടി മറ്റു പാർട്ടികളുമായി ചേർന്നുള്ള സഖ്യത്തിലൊക്കെയായിരുന്നു ഈ മണ്ഡലങ്ങളിൽ, എല്ലാ മണ്ഡലങ്ങളിലുള്ള 4 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നത്. അവർക്കും മോശമല്ലാത്ത ചില വോട്ടുകൾ ചില പോക്കറ്റുകളിൽ നിന്ന് വെൽഫെയർ പാർട്ടിക്കും ലഭിച്ചിരുന്നു. എന്നാൽ ഈ മലപ്പുറത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അതിനവർ പറയുന്ന ഒരു ന്യായീകരണം, ഇത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമായ ഒരു പോരാട്ടമല്ല മലപ്പുറത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങാറുള്ള തങ്ങൾ ഈ ചെറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് എന്ന ഒരു മുടന്തൻ ന്യായം തന്നെയാണ് ഈ പാർട്ടികൾ, രണ്ടു പാർട്ടികളും SDPIയും അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ പാർട്ടികളുടെ വോട്ടുകൾ, ഒരു കൃത്യമായ ഒരു വോട്ടുകൾ ഇവർക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ആ വോട്ടുകൾ കൂടി കേന്ദ്രീകരിപ്പിക്കുക, തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിനാണ് ഇപ്പോൾ ലീഗ് മുൻകൈയെടുത്തിരിക്കുന്നത്. അത് ഏകദേശം അവരുടെ പെട്ടിയിൽ തന്നെ വീഴും എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അരുൺ, രതീഷാണ് വിവരങ്ങൾ നൽകിയത്, ഞങ്ങളുടെ പ്രതിനിധി.